നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 ആണ്ട് ഏവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 2026 എന്ന വർഷത്തിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. 2026 എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഓരോരോ നക്ഷത്രക്കാരുടെ പ്രത്യേകം ഫലങ്ങളെ പറഞ്ഞു പോകാം. ഇപ്പോൾ നമുക്ക് തിരുവോണം നക്ഷത്രക്കാരുടെ 2026 എന്ന പുതുവർഷത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം പൂർണ്ണമായും അനുകൂല ഭാവത്തിലല്ല. കരുതിയ പല കാര്യങ്ങളും ആസൂത്രണം ചെയ്തവയും സാക്ഷാത്കരിക്കാൻ വിഘ്നങ്ങൾ ഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ പ്രതീക്ഷിച്ച പദവിയും ഉയർച്ചയും ഉണ്ടാകണമെന്നില്ല. അല്ലെങ്കിൽ അന്യനാട്ടിലൊക്കെ ആകാം. സ്വന്തം വ്യാപാരത്തിൽ പുരോഗതിക്ക് വേഗമില്ലാത്തത് മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാം. കാരണങ്ങളൊക്കെ തെളിയാതെ മാറി നിൽക്കുന്നതാണ്. തൊഴിലാളികളുടെയും സഹപ്രവർത്തകരുടെയും സഹകരണം വളരെ കുറവാകുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മത്സരങ്ങൾ കഠിനമാവുന്നതാണ്. നിഷ്പ്രയാസമായി ഒരിടത്തും ഒന്നിലും വിജയിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിരന്തര പ്രയത്നങ്ങളും ഇച്ഛാശക്തിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളും ഉണ്ടെങ്കിൽ വിജയം കൈവരിക്കാൻ സാഹചര്യമുണ്ടാകും. വയോജനങ്ങളുടെ പിന്തുണ ലഭിക്കുന്നതാണ്. ആരോഗ്യപരമായി പൊതുവെ തരക്കേടില്ലാത്ത സന്ദർഭമാണ്. 2ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നുണ്ട്. പഠനകാര്യത്തിൽ ശൈഥില്യം വരുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. കുടുംബജീവിതത്തിൽ സംതൃപ്തി ശരാശരി മാത്രമായിരിക്കും. പ്രണയകാര്യങ്ങളിൽ പിണക്കവും ഇണക്കവും ഒക്കെ ഉണ്ടാകാം. ഫ്ളാറ്റ്, വീട് എന്നിവ വാങ്ങാനുള്ള പരിശ്രമം വേണ്ടിവരുന്നതാണ്. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷത്തിന്റെ ആദ്യ പകുതി ധനലാഭം ഉണ്ടാകുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ആരോഗ്യപരമായി നേട്ടങ്ങളുള്ള സമയമാണ്. എന്നാൽ വർഷത്തിന്റെ 2ാം പകുതി തൊഴിലിൽ വളരെയേറെ മികച്ച അനുഭവങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇനി നമുക്ക് തിരുവോണ നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് പരിശോധിക്കാം. തിരുവോണ നക്ഷത്രക്കാർ ചന്ദ്രദശയിലാണ് ജനിക്കുക. ഏകദേശം 5 വയസ്സ് വരെ ചന്ദ്രദശ എന്ന കണക്ക് കൂട്ടാം. അങ്ങനെ വരുമ്പോൾ ചൊവ്വാദശ 12 വയസ്സ് വരെയും, രാഹുദശ 30 വയസ്സ് വരെയും, വ്യാഴദശ 46 വയസ്സ് വരെയും, ശനിദശ 65 വയസ്സ് വരെയും, ഏകദേശം 82 വയസ്സ് വരെ ബുധദശയുമാണ്. 2026 ചൊവ്വാദശ, വ്യാഴദശ, ബുധദശ എന്നീ ദശാകാലങ്ങൾ അനുഭവിക്കുന്ന തിരുവോണ നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണപ്രദമാണ്. മറ്റുള്ള ദശാകാലങ്ങളുള്ളവർ ദോഷശാന്തി പൂജ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ജ്യോതിഷം തുടങ്ങിയ എല്ലാ ഭാരതീയ ശാസ്ത്രങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.